പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലേക്ക് മന്ത്രി എ കെ ശശീന്ദ്രൻ എത്തി. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം അവിടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പം മുമ്പാണ് മന്ത്രി അവിടെ എത്തിച്ചേരുകയും ചെയ്തത്. ഉന്നത യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം വയനാടിനായി ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്നുള്ളത് തന്നെയായിരുന്നു. ഏതായാലും ഇപ്പോൾ മന്ത്രി അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ജോഷില ചേരുന്നുണ്ട്. ജോഷില, അവിടെ നാട്ടുകാരെന്താണ് ഇപ്പോൾ പറയുന്നത്? നാട്ടുകാർ രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. നാട്ടുകാർ എന്ന് പറയുന്നത് ഇന്നലെ ബേസ് ക്യാമ്പിൽ പ്രശ്നങ്ങളുണ്ടാക്കിയ ആളുകൾ തന്നെയാണ്. അവരിൽ ചിലർ ആണ് ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അവർ പറയുന്ന കാര്യം, മന്ത്രി കാട്ടിൽ വെച്ചാണ് രാധയെ കടുവ പിടികൂടിയത് എന്ന് പറഞ്ഞിരുന്നു. അത് പിൻവലിക്കണം. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് ഇന്നലെ നടന്ന പ്രതിഷേധങ്ങൾ, ഇതുവരെ നടന്ന പ്രതിഷേധങ്ങൾ എന്നുള്ള കാര്യവും പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതായത് നേരത്തെ ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് വെടിവെച്ച് കൊല്ലണം, നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതായിരുന്നു. ആ ഒരു ആവശ്യം ഇപ്പോൾ കൃത്യമായും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ നരഭോജി കടുവയെ കൊല്ലും എന്നുള്ളത് സർവകക്ഷി യോഗത്തിൽ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ADM അറിയിച്ചതുമാണ്. അതോടുകൂടി സാധാരണക്കാരായ ആളുകളൊക്കെ തന്നെ പിൻവാങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് മന്ത്രി വരുമ്പോൾ ഈ ഒരു സംഘം വീണ്ടും ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. മന്ത്രിയെ തടയുക എന്ന് പറഞ്ഞ നാട്ടുകാരല്ല, ഒരു വിഭാഗം ആളുകളാണ്. ഇവിടെ വലിയ തരത്തിൽ ഈ തെരച്ചിലിന് വേണ്ടി സർക്കാർ എല്ലാവിധ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നു. ഇപ്പോൾ നാട്ടുകാരിൽ എന്ന വ്യാജേന ഒരു വിഭാഗം നടത്തി മനഃപൂർവ്വം ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ എടുത്ത തീരുമാനങ്ങളിലും അതോടൊപ്പം തന്നെ ഇന്ന് ഉന്നത യോഗത്തിലെടുത്ത തീരുമാനങ്ങളിലും പ്രദേശവാസികൾ തൃപ്തരാണ്. ഒപ്പം തന്നെ രാധയുടെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി, 10 ലക്ഷം രൂപ 11 ലക്ഷം രൂപ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ അന്നേ ദിവസം തന്നെ തീരുമാനമെടുക്കുകയും ചെയ്തു. ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ പോലീസ് ഇപ്പോൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ ജോഷില? തീർച്ചയായും ഇന്നലെ ഇവരുടെ ആവശ്യം നരഭോജി കടുവയെ കൊല്ലുക എന്നുള്ള തീരുമാനം എടുക്കണം എന്നുള്ളതായിരുന്നു. അത് സർക്കാർ നേരത്തെ തന്നെ എടുത്ത തീരുമാനമാണ്. എന്നാൽ ഇപ്പോൾ ആ ഒരു തീരുമാനം നടപ്പാക്കിയിട്ട് പോലും പ്രശ്നമുണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതായത് രാധയുടെ വീട്ടിലേക്ക് മന്ത്രി പോകുമ്പോൾ വഴിയിൽ വെച്ച് തടയുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അത്തരത്തിൽ കുറച്ചു പേർ മാത്രം ഇതിലേക്ക് പങ്കാളികളാവുകയാണ് എന്നുള്ളതാണ്. അവർ നാട്ടുകാരെ അടക്കം ഇതിലേക്ക് പങ്കാളികളാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ എന്തായാലും ഇത്തരത്തിൽ ഒരു തീരുമാനം, മന്ത്രി 2 വാചകങ്ങൾ പിൻവലിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിയെ രാധയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഇവരെ തടയുന്ന മന്ത്രി രാധയുടെ വീട്ടിനരികിൽ എത്തിയോ ജോഷില? ഇത് വഴിയിലാണോ ഇവർ പ്രശ്നമുണ്ടാക്കുന്നത്? ഒരു വിഭാഗം വീട്ടിലേക്ക് എത്താനുള്ള ഇനി ഏതാനും മീറ്ററുകൾ മാത്രമേ വീട്ടിലേക്ക് എത്താനുള്ളൂ. ആ ഒരു ഭാഗത്ത് നിന്നുകൊണ്ടാണ്, അതിന് തൊട്ട് മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. നേരത്തെ ഇവർ പറഞ്ഞിരുന്നത്, മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്, മന്ത്രി വീട്ടിൽ പോകുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു രീതിയിലേക്ക് തന്നെ, അതായത് അക്രമത്തിന്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. ഇതിൽ പങ്കെടുക്കാത്ത ആളുകളെ കൂടി പങ്കെടുപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതാണ്